നമസ്കാരം. തിരുവില്ലാമല പറക്കോട്ടുകാവ് അമ്പലത്തിലെ പൂരാണ്. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആനകൾ കുളിക്കുന്നതും ആനകളെ നെറ്റിപ്പട്ടം കെട്ടി ഒരുക്കുന്നതും ആനകളെ എഴുന്നള്ളിപ്പിക്കുന്നുള്ള വീഡിയോ വരുന്നത്. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പോൾ ആനകളേനായിട്ട് അവർ അമ്പലത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 7 ആനയായിട്ട് അങ്ങോട്ട് പോകും. ഓൾറെഡി അവിടെ ഒരു 7 ആനയായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. എറണാകുളം ശിവകുമാറും പിന്നെ മറ്റ് ആനകളും. അത് കഴിഞ്ഞ് വേറെ നമ്മുടെ തിരുമ്പാടി ചന്ദ്രശേഖരനും വേറൊരു 6 ആനകളും കൂടി വരാനുണ്ട്. അങ്ങനെ 3 ദേശക്കാരുടെ പൂരാണ്. 21 ആനകളാണ് പങ്കെടുക്കുന്നത്. ഒരു അർദ്ധവൃത്താകൃതിയിൽ അവരിങ്ങനെ അണിനിരന്നിട്ട് അവിടെ കുടമാറ്റങ്ങളൊക്കെ നടക്കുന്ന ഒരു സംഭവമുണ്ട്. കാണാൻ നല്ലൊരു ഭംഗിയാണ്. തൃശ്ശൂർ പൂരത്തിന് ഉപയോഗിച്ചിരിക്കുന്ന കുടകൾ തന്നെയാണ് ഇവിടെ മാറുന്നത്. തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ സ്പെഷ്യൽ കുടകളൊന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയും അതേപോലെ സ്പെഷ്യൽ കുടകളൊന്നും കൊണ്ടുവന്നിട്ടില്ല. സാധാരണ തൃശ്ശൂർ പൂരത്തിന് ഉപയോഗിച്ചിട്ടുള്ള സ്പെഷ്യൽ കുടകളൊക്കെ ഇവിടെയും ഉപയോഗിക്കാറുണ്ട്. അപ്പം നമുക്ക് തൃശ്ശൂർ പൂരത്തിനെ ആ തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ നിന്നിട്ട് കുടമാറ്റം കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തിരുവില്ലാമല പറക്കോട്ടുകാവ് അമ്പലത്തിൽ പൂരത്തിന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു റീല് കണ്ടപ്പോൾ അതിൽ പറയുണ്ടായി, എഴുന്നള്ളിപ്പ് കുടകൾ അമ്പലത്തിലെ പരിപാടികൾക്ക് മാത്രമാണ് എടുക്കുന്നത്. അതായത് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട അമ്പലങ്ങൾ തിരുമ്പാടി ദേവസ്വം, പാറമേക്കാവ് ദേവസ്വം, അവരുടെ വേലകൾ നടക്കുമ്പോഴാണ് ഈ പൂരത്തിന് ഉപയോഗിക്കുന്ന എഴുന്നള്ളിപ്പ് കുടകൾ മാറ്റാൻ കുറേ കുടകളുണ്ടാകും. പക്ഷേ എഴുന്നള്ളിപ്പ് കൂടെയായിട്ട് ആ ഒരു 15 കുടകളാണ് ഉണ്ടാകുന്നത്. ആ കുടകൾ അവിടുത്തെ വേലയ്ക്കാണ് പിന്നെ ഉപയോഗിക്കുന്നത്. പിന്നെ വേറൊന്നിനും അങ്ങനെ ഉപയോഗിക്കാറില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എഴുന്നള്ളിപ്പ് കുടകൾ പോലത്തെ തന്നെ നല്ല കുടകൾ ഇവിടെയും കൊണ്ടു വന്നിട്ടുണ്ട്. ആ കാണുന്ന ആനയുടെ മുകളിലുള്ള നല്ല ഭംഗിയുള്ള കുടകൾ എഴുന്നള്ളിപ്പ് കുടകളാണ് കേട്ടോ. അതിൻ്റെ ഡിസൈൻ തന്നെ വേറൊരു വ്യത്യാസമാണ്. നിങ്ങൾക്കത് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. തൃശ്ശൂർ പൂരത്തിന് തെക്കോട്ടിറങ്ങി തിരുമ്പാടി ദേവസ്വം, പാറമേക്കാവ് ദേവസ്വം 15 ആനകൾ വീതം അഭിമുഖമായിട്ട് നിന്നിട്ടാണ് അവർ കുടമാറ്റം നടത്തുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 3 ദേശക്കാരുണ്ട്. 2 ദേശക്കാരാണെങ്കിൽ അങ്ങനെ അഭിമുഖമായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ 3 ദേശക്കാരുള്ള കാരണമായിരിക്കണം ഒരു അർദ്ധവൃത്താകൃതിയിലാണ് ഈ ആനകളെല്ലാം നിർത്തുന്നത്. അവരെല്ലാവരും കൂടിയിട്ട് ഓരോ മേളത്തിനനുസരിച്ച് അങ്ങനെ കുടകൾ മാറി വരികയാണ് ചെയ്യുന്നത്. അത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അതൊരു പ്രത്യേകതയാണ്. മറ്റിടത്ത് 2 ടീമാണുള്ളത്. ഇവിടെ 3 ടീമുണ്ട്. 7 ആന വീതമാണ് ഓരോ ടീമിൽ ഉള്ളത്. ആനകൾ മുഴുവനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഊക്കൻസ്, കുഞ്ചു ആനയും ആ ടീമും ഇങ്ങോട്ട് എത്താനുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്തിയതിന് ശേഷം കുടമാറ്റം ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. ഈ കാണുന്നതാണ് എഴുന്നള്ളിപ്പ് കുടകൾ. എഴുന്നള്ളിപ്പ് കുടകൾ മറ്റ് കുടകളേക്കാളും നല്ല ഗംഭീരമായിട്ടാണ് കേട്ടോ അവരുണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരിക്കും. അങ്ങനെ കുടമാറ്റം തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ എഴുന്നള്ളിപ്പ് കുടകളൊക്കെ മാറ്റിയിട്ട് അവർ മാറ്റാനുള്ള കുടകൾ ഇങ്ങനെ മാറ്റി തുടങ്ങുകയാണ്. കുറേ കുടകളുണ്ട് കേട്ടോ. ഒരു ഏകദേശം 60 സെറ്റ് കുടകൾ അവർ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കൃത്യ കണക്ക് എനിക്കറിയില്ല. പക്ഷേ അവിടെ ആനയുടെ പിന്നിലായിട്ട് ഇങ്ങനെ ഒരുപാട് കുടകൾ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആനയുടെ പിന്നിലേക്ക് പോയി. ആനയുടെ പിന്നിലാണ് ശരിക്കും അവിടെ കാഴ്ചകളുള്ളത്. അതായത് ഒരുപാട് പട്ടുകുടകൾ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നുണ്ട് കുടമാറ്റത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാഴ്ച നല്ല ഭംഗിയാണ് കേട്ടോ. കുറേ ആൾക്കാർ വരുന്നു, കുടമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള കുടകളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. മാറ്റിയ കുടകൾ അവർ ലോറിയിൽ കയറ്റി വയ്ക്കുന്നു. ആകെ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചകളാണ്. ആനയുടെ പിന്നിലും ഒരുപാട് ആൾക്കാർ കുടമാറ്റം കാണാൻ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ. വളരെ പീസ്ഫുള്ളായിട്ട് തിക്കോ തിരക്കോ ഇല്ലാതെ, ചെറിയൊരു തിക്കും തിരക്കുണ്ട് ഇല്ലയെന്നല്ല, എങ്കിലും തൃശ്ശൂർ പൂരത്തിൻ്റെ അത്ര വലിയൊരു തിക്കും തിരക്കില്ലാതെ നമുക്ക് സന്തോഷമായിട്ട് സുഖമായിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് കുടമാറ്റം കാണാൻ സാധിക്കും. തൃശ്ശൂർ പൂരത്തിൻ്റെ അത്ര വൈബ് ഒന്നുമില്ല എങ്കിലും നമുക്ക് കുടമാറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സിനായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിൽ പോയി നേരിട്ട് കാണാൻ ചിലപ്പോൾ സാധിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കിതൊക്കെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
കഴിഞ്ഞ കൊല്ലം ഇവിടുത്തെ പൂരത്തിന് വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിഗംഭീരമായ വെടിക്കെട്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ വെടിക്കെട്ടിൻ്റെ പണികളൊന്നും ഞാൻ കണ്ടില്ല. ചൈനീസ് വെടിക്കെട്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കും, അറിയില്ല. സമയം ഉച്ചതിരിഞ്ഞ് ഏകദേശം ഒരു 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ചൂട് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല, നല്ല ചൂടാണുള്ളത്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ നമുക്ക് ഒന്ന് പ്രവചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. കാരണം പല നേരത്തും പല കാലാവസ്ഥയാണ്. ആനകളൊക്കെ എങ്ങനെയാണാവോ ഈ ചൂടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോകുന്നത്. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആനയുടെ പിന്നിലേക്ക് വന്ന്, കുടമാറ്റത്തിൻ്റെ നല്ലൊരു ഭാഗം നടക്കുന്ന ഈ ഒരു ഭാഗത്താണ്. ആനയുടെ മുകളിലേക്ക് കുടകൾ എത്തിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഹാർഡ് വർക്ക് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാർ വന്നിട്ട് കുടകളായിട്ട് ഓരോ ആനയുടെ പിൻവശത്ത് ചെന്ന് നിൽക്കണം. പിൻവശത്ത് ചെന്ന് നിന്നിട്ട് കുട മാറ്റേണ്ട സമയമാകുമ്പോൾ അത് മുകളിലേക്ക് എത്തിച്ച് കൊടുക്കണം. അപ്പോൾ മുകളിലുള്ള ആൾക്കാർ അത് വലിച്ചെടുത്തിട്ട് ആ പഴയ കുട തിരിച്ചിങ്ങോട്ട് ഇറക്കിയിട്ട് അത് കയറ്റുകയാണ് ചെയ്യുന്നത്. ശ്രമകരമായ ജോലിയാണ്. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ഉണ്ട്. അതേപോലെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കണം. ആനയുടെ പിന്നിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഓരോ ആനയുടെയും വലത്തെ ഭാഗത്തായിട്ട് നിന്നിട്ടാണ് കുടകൾ മാറ്റുന്നത്. അങ്ങനെ ഇടത്തെ ഭാഗത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. കാരണം എല്ലാ ആളുകൾക്കും വലം കൈയാണല്ലോ വശം. അത് മുകളിൽ കുട മുകളിലേക്ക് വലിച്ചു കയറ്റുന്ന ആൾക്കും വലം കൈയാണ്. അപ്പോൾ നമ്മൾ കുട കൊടുക്കുമ്പോൾ ആനയുടെ വലത്തെ സൈഡിൽ നിന്നുകൊണ്ട് വേണം കുട കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ആ നിൽക്കുന്ന ആ ഒരു കുട തിരിച്ചിറക്കുന്നതും വലത്തെ ഭാഗം വഴിയാണുള്ളത്. കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നിട്ട് ഞാൻ കണ്ടുപിടിച്ച്. ഇതൊക്കെ ഇവിടെ ആനയുടെ പിന്നിൽ നിന്നിട്ട് കുടമാറ്റം കാണുന്ന ആളുകളാണ് കേട്ടോ. ഇത് നമ്മുടെ തൃശ്ശൂർ പുലിക്കളിയുടെ ഒരു കുടയാണുള്ളത്. അത് ഏത് വിഭാഗത്തിൻ്റെ കുടയായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും നല്ല ഗംഭീരമായിട്ട് അവർ പണിത് വെച്ചിട്ടൊക്കെ ഉണ്ട്. നേരത്തെ പോലെയല്ല, ഇപ്പോൾ കുറച്ചധികം സ്പീഡിലായിട്ട് കുടകളൊക്കെ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. മാറ്റിയ കുടകളെല്ലാം ഒരു ലോറിയിലേക്കാണ് മാറ്റി വയ്ക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാം കൂടി തെറ്റിപ്പോവുമല്ലോ. മാറ്റാനുള്ള കുടകൾ അവിടെ ഇങ്ങനെ വേറെ സ്ഥലത്ത് ചാരി വെച്ചിരിക്കുന്നുണ്ട്. മാറ്റിയ കുടകൾ അപ്പോൾ തന്നെ ലോറിയിൽ കയറ്റി വയ്ക്കുന്നുണ്ട്. ആ ലോറിയുടെ മീതെ ചാരി വെച്ചിരിക്കുന്ന കുടകളുണ്ടല്ലോ, അതാണ് എഴുന്നള്ളിപ്പ് കുടകൾ. അത് തുടക്കത്തിലും അവസാനത്തിലാണ് വെക്കുന്നത്. മാറ്റാനുള്ള കുടകൾ ഇപ്പുറത്ത് വേറെ ചാരി വെച്ചിരിക്കുന്നുണ്ട്. കുടമാറ്റം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. ഈ ഒരു വയലറ്റ് കുടയും കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എഴുന്നള്ളിപ്പ് കുടയാണ് അവരവിടെ മാറ്റാൻ പോകുന്നത്. എഴുന്നള്ളിപ്പ് കുട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുടമാറ്റമൊന്നുമില്ല. ഇതാണ് ലാസ്റ്റ് കുട. ഇതാ കണ്ടോ, ആ എഴുന്നള്ളിപ്പ് കുട അവിടെ ചാരി വെച്ചിരിക്കുന്നില്ലേ, ആ പച്ചയും ചുവപ്പും ആയിട്ടുള്ളത്, അതാണ് അവർ മാറ്റാൻ പോകുന്നത്. നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന കുടകളാണ് കേട്ടോ. അതൊന്ന് നിവർത്തി കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയിൽ നമുക്ക് ആ ഒരു കുടയുടെ ഭംഗി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എഴുന്നള്ളിപ്പ് കൂടെ ആനപ്പുറത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോർത്തുമുണ്ട് എടുത്ത് വീശുക എന്നുള്ളതാണ്. അതായത് കുടമാറ്റം കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സൂചനയാണ്. നമ്മുടെ തൃശ്ശൂർ പൂരത്തിനൊക്കെ കാണിക്കുന്നതാണ്. എല്ലാവർക്കും അത് അറിയാൻ തോന്നുന്നു. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുമെന്ന്. അങ്ങനെ ആ തോർത്തുമുണ്ട് വീശിന് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നല്ലൊരു മൊമെൻ്റാണത്. അതൊന്ന് ശരിക്കും നമുക്ക് കാണാം.
അങ്ങനെ പറക്കോട്ടുകാവ് പൂരത്തിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ആകെ 2 വീഡിയോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഇത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. ഇത് കഴിഞ്ഞാൽ ഈ ഒരു പൂരത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.